Good morning. In this video, we discuss a term integrable functions in measure theory. Here we discussed one lemma and three theorems 5.3, 5.4, 5.5, and one lemma. The lemma 5.2. If f belongs to L, capital L, then what is capital L? The symbol for used for capital L is the collection, or capital L denote L of x, then family of x, then mu. This L is denoted by the capital L. L of നമ്മുടെ സ്പേസ് എക്സ്, then collection of subset of x, that is script x, then mu, measure defined on that. Okay, capital L. This consists of all real valued x measurable functions f defined on x, such that both the positive and negative parts f plus and f minus of f have finite integral with respect to mu. That is the importance of capital L. Every f in L can be written as the positive part and negative part, and each part, a positive and negative of f, have finite integral with respect to our mu. That is, the symbol for capital L is denoted by the collection of measurable functions defined on capital X, such that both the positive part and negative part of f have finite integral with respect to our mu. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എല്ലിലൊരു മെമ്പറാണ്. ആൻഡ് ലാംഡ ഈസ് ഡിഫൈൻഡ് സച്ച് ദാറ്റ് ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഓവർ ഇ. നമ്മളത് കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ലാംഡയുടെ ഈ ഡെഫിനിഷൻ. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ലാംഡ ഈസ് എ ചാർജ് എന്ന് പ്രൂവ് ചെയ്യണം. ലാംഡ ഈസ് എ ചാർജ്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, മെഷറിൻ്റെ അതേ ഡെഫിനിഷനാണ്. ലാംഡ മെഷർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ലാംഡ മെഷറാണെങ്കിൽ ലാംഡ ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാംഡയെ നമുക്ക് മെഷറൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു എഫ് എടുത്താലും ആ എഫിന് രണ്ട് പാർട്ടുണ്ട്. പ്ലസ് പാർട്ടുണ്ട്, പോസിറ്റീവ് പാർട്ടുണ്ട്, നെഗറ്റീവ് പാർട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും രണ്ടും നോൺ നെഗറ്റീവാണ്. നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് ഫങ്ഷനാണ്. സോ ദേ ആർ ബിലോങ്സ് ടു അവർ എം പ്ലസ്. ഓക്കെ, ആൻഡ് ലാംഡ പ്ലസ് ഈസ് ഡിഫൈൻഡ് ആസ് lambda plus equal to of e equal to integral of f plus with respect to mu over e. Similarly, lambda minus means the same definition, f minus with respect to mu over e. ഇതാണ് ലാംഡ പ്ലസിൻ്റെയും ലാംഡ മൈനസിൻ്റെയും ഡെഫിനിഷൻ. ഈ എഫ് പ്ലസും എഫ് മൈനസ് എല്ലാം മെഷേഴ്സ് ആയതുകൊണ്ട് ലാംഡയും എന്താണ്, മെഷറാണ്. ഓക്കെ, പിന്നെ എഫ് പ്ലസും എഫ് മൈനസൊക്കെ ഫൈനൈറ്റ് എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. എല്ലിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. എല്ലെന്ന് പറയുന്നത് ഓരോ എഫിൻ്റെയും പ്രത്യേകത അത് പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാമെന്നും അവ ഓരോന്നും ഫൈനൈറ്റ് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവ ഫൈനൈറ്റ് ആയതുകൊണ്ട് എഫ് എലമെൻ്റ് എല്ലാം തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ലാംഡ എന്തായിട്ട് മാറും, ഫൈനൈറ്റ് ആകും. അപ്പോൾ ഫൈനൈറ്റ് ആണ്, ഓരോന്നും മെഷറാണ്. അപ്പോൾ ലാംഡയും മെഷറൊന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാംഡയെ നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ എഫ് എഴുതുന്ന പോലെ ലാംഡയും ലാംഡ പ്ലസ് മൈനസ് ലാംഡ മൈനസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും.
then by corollary 4.9 ലാംഡ ഈസ് നമ്മൾ ലാംഡ ഈസ് എ മെഷർ എന്നിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ പ്രകാരം ലാംഡ മെഷറാണെന്ന് 4.9 ആ വീഡിയോ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നോട്ട് വായിക്കുക. 4.9 പറഞ്ഞിട്ടുണ്ട് ലാംഡ അവിടെ മെഷറാണെന്ന് ഈ ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ ലാംഡ മെഷറാണെങ്കിൽ ലാംഡ എന്തായിരിക്കും? ചാർജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലെമ്മ 5.2 ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നെക്സ്റ്റ് തിയറമാണ് 5.3 നമ്മൾ പറയാൻ. തിയറം 5.3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും L+ൽ അല്ലെങ്കിൽ M+ലൊക്കെ പ്രൂവ് ചെയ്യുന്ന സാധനങ്ങളാണ് പറയുന്നത്. നമ്മൾ M+ലെ പ്രത്യേകം എന്താ? അവിടെ നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് M+ലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, Lലെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകം എന്താ? Lലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾ ആർ റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ്. റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച M+ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ്, ദ കളക്ഷൻ ഓഫ് നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ X. ദാറ്റ് ഈസ് M+. ഹിയർ ക്യാപിറ്റൽ L മീൻസ് കളക്ഷൻ ഓഫ് ഓൾ റിയൽ വാല്യൂഡ് X measurable function, that is measurable functions defined on capital X. And also the property that each f is split into two parts, positive part and negative part, f plus and f minus, and have finite integral with respect to mu. Okay, അപ്പോൾ ഈ തിയറം 5.3 തിയറത്തിൻ്റെ പ്രത്യേകത അത് Lലാണ് ഡിഫൈൻ ചെയ്യുന്നത്. M+ലും മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഈ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എഫ് എലമെൻ്റ് L ആണെങ്കിൽ മോഡ് എഫ് എലമെൻ്റ് L എന്ന്, മോഡ് എഫ് ബിലോങ്സ് ടു L എന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ആൾസോ ഇൻ്റഗ്രൽ ഓർ മോഡ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡ് എഫ് ഡി മ്യൂ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതൊക്കെ നമ്മളവിടെ കണ്ടു കഴിഞ്ഞു, നേരത്തെ ഇതൊക്കെ കണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇത് പോസിറ്റീവിൽ M+ലാണെങ്കിൽ ഇതിലൊക്കെ ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ M+ലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ബിലോങ്സ് ടു L. എഫ് എലമെൻ്റ് L മീൻസ് വാട്ട് ഈസ് എഫ് എലമെൻ്റ് L? ദേ ക്യാൻ ബി റെപ്രസെൻ്റ് ആസ് F+ ആൻഡ് F-. F ക്യാൻ ബി റെപ്രസെൻ്റ് ആസ് F+ ആൻഡ് F-. Okay, that is F equal to F+ minus F-. And what is mod F? Mod F is equal to F+ plus F-. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ അതുപോലെ F+ F-ൻ്റെ പ്രത്യേകത നോൺ നെഗറ്റീവാണ്. നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അത് M+ലെ എലമെൻ്റ് ആയിരിക്കും. പിന്നെ F-ലെ ആയതുകൊണ്ട് അപ്പോൾ ഫൈനൈറ്റ് ഇൻ്റഗ്രലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ എന്തെഴുതാൻ സാധിക്കും? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ മോഡ് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ദെൻ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞു എഫ് ക്യാൻ ബി റിട്ടൺ ആസ് F+ F-. F+ F- ഫൈനൈറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ F+ ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ F- ഡി മ്യൂ. ഡെഫിനിഷൻ ആ തിയറി, ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മോഡ് A - B എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതാം? മോഡ് F+ ഡി മ്യൂ പ്ലസ് മോഡ് F- ഡി മ്യൂ. മോഡ് A - B, മോഡ് A പ്ലസ് മോഡ് A - B ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് A പ്ലസ് മോഡ് B. സിൻസ് F+ and F- are
F minus R non-negative, therefore this can be written as this is equal to integral F plus d mu plus integral F minus d mu. This is integral F plus d mu plus integral F minus d mu എന്ന് പറയുന്നത് ഈ നോൺ നെഗറ്റീവിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എഫ് ഡി mu. അപ്പോൾ ഈ നോൺ നെഗറ്റീവിന് എം പ്ലസ്സിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഈ റിസൾട്ടല്ല. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇങ്ങോട്ട് നോട്ട് ചെയ്യുന്നത്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എഫ് ബിലോങ്സ് ടു എല്ലെന്ന് തന്നിട്ടുണ്ട്. എഫ് ഈസ് എനി ഫങ്ഷൻസ് measurable functions, but f can be represented as positive and negative part. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാറ്റാം. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ പ്രത്യേകത എന്താ? അവ ഓരോന്നും നോൺ നെഗറ്റീവുമാണ്. പിന്നെ ഫൈനൈറ്റ് എന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നോൺ നെഗറ്റീവ് ആണെങ്കിൽ അവ എവിടെ പ്രസൻ്റ് ആകും? എം പ്ലസ്സിലാകും. എം പ്ലസ്സിലാണെങ്കിലോ ഇതിൻ്റെ എല്ലാം പ്രൂഫ് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4.5 എയും 4.7 ബി ഒക്കെ നോക്കുക, അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. Hence the theorem 5.3. Okay. Next theorem next corollary 5.4. 5.4 corollary. This is also very simple. F is measurable, G is integrable, mod of less than or equal to mod G, then F is integrable. And integral mod f d mu less than or equal to integral mod g d mu. ഇപ്പോൾ എഫ് മെഷറബിൾ ആണ്, ജി ഇൻ്റഗ്രബിൾ ആണ്. നമുക്കിവിടെ ഡൊമിനേറ്റിംഗ് പോലെ എന്താ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ജി എന്നുണ്ട്. മോഡ് എഫ് ലെസ് ദാൻ ഓർ മോഡ് ജി, അതിൽ ജി എന്ന് പറഞ്ഞ ഇൻ്റഗ്രബിൾ ആണ്. ദെൻ എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ഈ ഇനിക്വാളിറ്റിയും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ എഫ് ലെസ് ദാൻ ഓർ ജി ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഇൻ്റഗ്രൽ എഫ് ഡി mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി mu. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? മോഡ് എഫ് ലെസ് ദാൻ ഓർ മോഡ് ജി തന്നിട്ടുണ്ട്. അപ്പോൾ അതേ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഇഫ് മോഡ് എഫ് ലെസ് ദാൻ ഓർ മോഡ് ജി, ദെൻ എഫ് ലെസ് ദാൻ ഓർ ജി ആണെങ്കിൽ ഇത് ശരിയാണ്. എ ലെസ് ദാൻ ഓർ ബി ആണെങ്കിൽ, എ ലെസ് ദാൻ ഓർ ബി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ഡി mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡി mu. അതേപോലെ എ ലെസ് ദാൻ ഓർ ബി, ദെൻ ഇൻ്റഗ്രൽ എ ഡി mu ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡി mu. ഹെൻസ് ദി കൊറോളറി 5.4. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിൽ അവസാനമായി പറയേണ്ടുന്നത് തിയറം 5.5 ആണ്. അതും സിമ്പിളാണ്, വലിയ പ്രശ്നമുള്ള ലോജിക്കൊന്നും അതിൽ ഉപയോഗിക്കുന്നില്ല. 2 കേസുണ്ട്. അവിടെ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൽഫ എഫ് എന്ന് പറയുന്നതും അതിൽ എഫും ജിയും എല്ലിലാണെങ്കിൽ എഫ് പ്ലസ് ജി എല്ലിലാണെന്ന് പ്രൂവ് ചെയ്യണം. ബിലോങ്സ് ടു എല്ലാന്ന് പറയണം. ആൽഫ എഫ് എലമെൻറ്റ് എല്ലാം ബിലോങ്സ് ടു എല്ലാന്ന് പറയണം. ഓക്കെ, പിന്നെ അതേപോലെ ഇത് പോസിറ്റീവ് പാർട്ടിന് ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ പ്രൂഫ് എഴുതി, ആ പ്രൂഫ് തന്നെ കൂട്ടി ചെയ്താലും മതി. അതേപോലെ പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് പ്ലസ് ജി ഡി mu ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി mu പ്ലസ് ഇൻ്റഗ്രൽ ജി ഡി mu. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് പാർട്ടിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന ആൽഫ 0 ആണെങ്കിൽ ആൽഫ എഫ് 0 ആയിരിക്കും. അപ്പോൾ ആൽഫ എഫ് 0 ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും എന്താണ് മാറും? ലെഫ്റ്റ് 0. ആൽഫ എഫ് 0 ആണ്, ലെഫ്റ്റ് 0 ആകും. ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ
അപ്പോൾ ഇത് 0 ആണെങ്കിൽ 0 ഇൻറ്റു ദിസ് ഫൈനൈറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആൽഫ 0 ആണെങ്കിൽ രണ്ടും ശരിയാണ്, ലെഫ്റ്റും റൈറ്റും ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഫ പോസിറ്റീവ് കേസും ആൽഫയുടെ നെഗറ്റീവ് കേസും പ്രത്യേകം പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ ആൽഫ എഫ് പ്ലസ് ഇതെന്ന് പറയുന്നത് ആൽഫ ഓഫ് എഫ് പ്ലസ് എന്ന് എഴുതാം. കാരണം ആൽഫ പോസിറ്റീവ് ആണ്, എഫ് പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടാണ്. അപ്പോൾ ആൽഫ ഇൻറ്റു എഫ് പ്ലസിൻ്റെ പോസിറ്റീവ് പാർട്ടിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആൽഫ എഫ് മൈനസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് ആൽഫ പോസിറ്റീവ് പാർട്ടാണ്, എഫ് മൈനസ് നെഗറ്റീവ് പാർട്ടാണ്. അപ്പോൾ ആൽഫ എഫ് കണ്ട് നെഗറ്റീവ് പാർട്ട് കാണുന്നതും നെഗറ്റീവ് പാർട്ട് കണ്ടിട്ട് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. അന്ന് നമ്മളെ നോട്ടിൽ ഒരു ഗ്രാഫൊക്കെ ഞാൻ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു നോട്ട്ബുക്കിനകത്ത് ഫസ്റ്റ് മോഡ്യൂളിൽ. ആ ഗ്രാഫ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നമ്പർ കൊണ്ട് ഒരു ആൽഫ 2 കൊണ്ട് ആൽഫയ്ക്ക് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ആൽഫയ്ക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാഫിനുണ്ടാകുന്ന വേരിയേഷൻ അത് വെച്ച് നമുക്കിത് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് ആൽഫ ഓഫ് എഫ് ഡി മ്യൂ കാണാൻ പോകുന്നു. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ നേരത്തെ നമ്മൾ കണ്ടതാണ്. അതേപോലെ ഇതിന് എഴുതാം ആൽഫ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ആൽഫ എഫ് മൈനസ് ഡി മ്യൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ആൽഫ എഫ് പ്ലസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ആ വാല്യൂ എന്ന് പറഞ്ഞ് ആൽഫ ഓഫ് എഫ് പ്ലസിൻ്റെ വാല്യൂ എന്താണ്? ആൽഫ എഫ് പ്ലസ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ഡി മ്യൂ. അടുത്തതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ആൽഫ ഇൻറ്റു എഫ് മൈനസ് ഡി മ്യൂ. ദെൻ ആൽഫ ഈസ് ഔട്ട്സൈഡ്, ദ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ minus integral f minus d mu. Then what is this? This is equal to integral alpha into this bracket is equal to integral f d mu. Hence the positive case. Alpha is positive, hence the result. Now we assume alpha is less than 0. Alpha less than 0 we take alpha is equal to minus alpha 1. where alpha 1 is positive. ആൽഫ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ മൈനസ് എക്സാമ്പിൾ LKG ലെവൽ എക്സാമ്പിൾ -5 ഈക്വൾ ടു മൈനസ് ഇൻറ്റു 5 where 5 is positive and 5 is read as alpha 1. ഓക്കെ, -5 is read as alpha എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആൽഫ നെഗറ്റീവ് ആകുമ്പോൾ ആൽഫ ഈക്വൽ -1 ആൽഫ എന്ന് എഴുതി. നമുക്ക് ആൽഫ പ്ലസ് നോക്കാം. ആൽഫ പ്ലസ് എന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ മൈനസ് ആൽഫ 1 എഫ് പ്ലസ് എഴുതി. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എങ്ങനെ എഴുതുന്നു? ഇതിനെ ഈ ആൽഫ 1 അങ്ങനെ എഴുതി മൈനസ് എഫ് പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് പാർട്ടാണ്. അതിനെ നെഗറ്റീവ് മൾട്ടിപ്ലൈ എന്തായിട്ട് മാറും? നെഗറ്റീവ് പാർട്ടായിട്ട് മാറും, എഫ് മൈനസ് ആയിട്ട് മാറും. അതേപോലെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആൽഫ എഫ് മൈനസ് ആൽഫ ഈസ് മൈനസ് ആൽഫ 1 എഫ് ഓൾ മൈനസ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ആൽഫ 1 ഇൻറ്റു മൈനസ് എഫിൻ്റെ നെഗറ്റീവ് പാർട്ട്, ദാറ്റ് ഈസ് എഫിൻ്റെ പോസിറ്റീവ് പാർട്ട്. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ ആൽഫ എഫ് ഡി മ്യൂ ഈസ് ഈക്വൾ ടു ബൈ ഡെഫിനിഷൻ പോസിറ്റീവ് പാർട്ട് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ നെഗറ്റീവ് പാർട്ട് ഡി മ്യൂ. ഡെഫിനിഷൻ എഴുതി. ദെൻ പോസിറ്റീവ് പാർട്ട് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതെന്ന് പറയുന്നത് ആൽഫ 1 എഫ് മൈനസ് ഡി മ്യൂ
മൈനസ് ഇൻ്റഗ്രൽ ആൽഫ 1 എഫ് പ്ലസ് ഡി മ്യൂ. അതിൻ്റെ വാല്യൂ പ്രത്യേകം കണ്ടിട്ടുണ്ട്. ഇതിൽ മൈനസ് ആൽഫ 1 ഈസ് കോമൺ. ദെൻ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ. ഈ മൈനസ് ആൽഫ 1 is read as alpha and bracket integral f plus d mu minus integral f minus d mu. That is the definition of integral f d mu. That is, this is equal to alpha integral f d mu. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പാർട്ടിനും ആൽഫ നെഗറ്റീവ് ആണെങ്കിലും പ്രൂവ് ചെയ്തു, പോസിറ്റീവ് ആണെങ്കിലും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സെക്കൻഡ് പാർട്ടാണ്, എഫ് പ്ലസ് ജിയുടെ ആണ് പറയേണ്ടത്. എഫ് ബിലോങ്സ് ടു എൽ, ജി ബിലോങ്സ് ടു എൽ. നമ്മളിപ്പോൾ കണ്ടു എഫ് ബിലോങ്സ് ടു എൽ, ജി ബിലോങ്സ് ടു എൽ, ദെൻ മോഡ് എഫ് ബിലോങ്സ് ടു എൽ, മോഡ് ജി ബിലോങ്സ് ടു എൽ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് അറിയുന്ന റിസൾട്ട് ഉണ്ട്. എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പോലെ സ്റ്റൈൽ, എഫ് മോഡ് എഫ് പ്ലസ് മോഡ് ജി. ആൻഡ് വി യൂസ് 4.7 ആൻഡ് 5.4. 4.7ഉം 5.4ഉം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ തെളിയിച്ചിട്ടുണ്ട് എഫ് പ്ലസ് ജി ബിലോങ്സ് ടു എൽ. ബിലോങ്സ് ടു എൽ എന്ന് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ നമ്മൾ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ്, ജി എന്ന് പറയുന്നത് ജി പ്ലസ് മൈനസ് ജി മൈനസ് എന്ന് എഴുതി. ഇതിന് നമ്മൾ പോസിറ്റീവ് ഒരുമിച്ച് എഴുതി, നെഗറ്റീവ് ഒരുമിച്ച് എഴുതി, ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതെല്ലാം എന്താണ്? നോൺ നെഗറ്റീവാണ്. നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടും നോൺ നെഗറ്റീവ്. ഇത് എന്താണ്? നോൺ നെഗറ്റീവ്, ഇത് നോൺ നെഗറ്റീവ്. അപ്പോൾ നേരത്തെ നമ്മൾ എഫിനെ നമ്മൾ എങ്ങനെ എഴുതി? എഫ് പ്ലസ് നോൺ നെഗറ്റീവ്, എഫ് പ്ലസ് നോൺ നെഗറ്റീവ് മൈനസ് എഫ് മൈനസ്, അത് നോൺ നെഗറ്റീവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രലിൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ എന്ന് എഴുതി. അപ്പോൾ അതേ സ്റ്റൈൽ ഇവിടെ ഉപയോഗിക്കാം നമുക്ക്. ഇതിനെങ്ങനെ എഴുതി? ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് പ്ലസ് ജി മൈനസ് ഡി മ്യൂ. അതെങ്ങനെ ഈ റിസൾട്ട് എങ്ങനെ വരുന്നത്? ഇതെങ്ങനെ ഈ റിസൾട്ട് എങ്ങനെ കിട്ടുന്നത്? ആ റിസൾട്ട് വരുന്ന രീതി എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ്? എഫിനെ എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്ന് എഴുതുക. അത് എഫ് പ്ലസും എഫ് മൈനസും പോസിറ്റീവ് പാർട്ട്, എഫ് പ്ലസ് പോസിറ്റീവ് പാർട്ട്, എഫ് മൈനസ് നെഗറ്റീവ് പാർട്ട്. പക്ഷേ ആൻഡ് ആൾസോ എഫ് പ്ലസ് ഈസ് നോൺ നെഗറ്റീവ്, എഫ് മൈനസ് ഈസ് നോൺ നെഗറ്റീവ്. ആൻഡ് ഡെഫിനിഷനും ഗ്രാഫോ നോക്കിക്കോ, കഴിഞ്ഞ മുൻ ചാപ്റ്ററിൽ ഫസ്റ്റ് മോഡ്യൂൾ. അപ്പോൾ ഇതുപോലെ എഴുതിയാൽ ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻ്റഗ്രൽ ഇടാം. അതതിൻ്റെ പ്രത്യേകത. അതേപോലെ എഫ് പ്ലസ് ജിയെ നമ്മൾ പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് പാർട്ട് നെഗറ്റീവ് പാർട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് ആക്കി എഴുതി. അങ്ങനെയെങ്കിൽ ഇത് ഫൈനൈറ്റുമാണ്. അത് ഡെഫിനിഷൻ എല്ലിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഫൈനൈറ്റ് ആണെന്ന് ഓരോന്ന്. ഇപ്പോൾ ഫൈനൈറ്റിൻ്റെ സമ്മ് ഫൈനൈറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി ഡി മ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റിൽ ഇൻ്റഗ്രൽ ഇടുക, സെക്കൻഡിൽ ഇൻ്റഗ്രൽ ഇടുക, ഇത്രയേ ഉള്ളൂ. ബാക്കി ഡയറക്റ്റ് മൈനസ് അതേപോലെ തന്നെ ഇത് ക്യാരി ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ ആൻസറായി കഴിഞ്ഞു. ഇതിനെങ്ങനെ റീ അറേഞ്ച് ചെയ്യുന്നു? ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ എഫ് മൈനസ് ഡി മ്യൂ എന്ന് സ്പ്ലിറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്തു. അടുത്ത ഇൻ്റഗ്രൽ ജി പ്ലസ് ഡി മ്യൂ മൈനസ് ഇൻ്റഗ്രൽ ജി മൈനസ് ഡി മ്യൂ സ്പ്ലിറ്റ് ചെയ്തു. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എഫ് ഡി മ്യൂ ആണ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ജി ഡി മ്യൂ ആണ്. ഡെഫിനിഷനാണ് അതിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന തിയറി എന്ന് പറയുന്നത് എല്ലിലെ എലമെൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യാപിറ്റൽ എല്ലിലെ എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എന്താണ്? റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ആ ഫങ്ഷൻസിനെ ഓരോന്നിനെ എങ്ങനെ എഴുതാമെന്ന് പോസിറ്റീവ് പാർട്ടായിട്ടും നെഗറ്റീവ് പാർട്ടായിട്ടും എഴുതാമെന്ന് പറയുന്നു. ഈ ഓരോന്നും എന്താണ്? ഓരോന്നും മെഷറബിളാണ്, ഫൈനൈറ്റാണ്.
അപ്പം ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ ഈ റൈറ്റ് സൈഡിലുള്ളത് ഫൈനൈറ്റ് ആണ്, നോൺ നെഗറ്റീവ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻ്റഗ്രൽ ഇട്ടാൽ വേണ്ട, ഇതേപോലെ ഇട്ടാണ്, ഇതുപോലെ ഇൻ്റഗ്രൽ ഇട്ടാൽ അതിന് വിത്ത് റെസ്പെക്റ്റ് മീ. ഈ ഒരു തിയറിയാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്, ഈ 4 പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട്സ് നല്ലപോലെ വായിക്കൂ, എന്നിട്ട് വീഡിയോ 4-5 പ്രാവശ്യം കേൾക്കുക. ഓക്കെ.